ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഇന്ന് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഓഫ് അനാലിസിസ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ പ്രൊസീജിയർ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കിക്കൊള്ളുക, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്നുള്ള കാര്യം. ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ഫിക്സഡ് ബീം ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ഡ്രോ ദ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് ബീം തന്നിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യുക, എന്നിട്ട് അവിടെ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്, അല്ലെ? ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ബീമിന്റെ കേസ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി മാത്രമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. R minus R എന്നുള്ളതാണ് എക്സ്പ്രഷൻ. വേർ R is the number of unknown reaction and small r is the equilibrium equation. ഞാൻ അവിടെ ഒരു പ്രത്യേകം ഒരു കണ്ടീഷനിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ ഇവിടെ ഫിക്സഡ് എൻഡിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇവിടെയും ആ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെ? ഇവിടെയും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള ഫിക്സഡ് എൻഡിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എത്ര ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. മൊമെന്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെയും മൊമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ടോട്ടൽ 5 അൺനോൺസ് ഉണ്ട്. ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? സിഗ്മ h is equal to 0 നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. പകരം ഏതൊക്കെയുള്ളൂ? സിഗ്മ v is equal to 0യും അതുപോലെ സിഗ്മ m is equal to 0യും മാത്രമേ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളൂ. സോ there are 2 equilibrium equation and the answer will be 3. 3 ആയിരിക്കും നമുക്ക് അവിടെയുള്ള ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ടേക്ക് 2 മൊമെന്റ്സ് A and B. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി അടുത്ത സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ സിസ്റ്റം കോർഡിനേറ്റ്സ് ഏതിനൊക്കെ സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള റിഡൻഡൻസ് ഏതാണോ അതിനാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മൊമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെ കൺസിഡർ ചെയ്യണം? മൊമെന്റിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയോ എയിലെയും ബിയിലെയും മൊമെന്റ്സിനെ നമുക്ക് എടുക്കാം റിഡൻഡന്റ് ആയിട്ട്. പിന്നെയോ ആൻഡ് ദ റിയാക്ഷൻ അറ്റ് ബി, ബിയിലെ റിയാക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം? റിഡൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 3 റിഡൻഡന്റ് ഏതൊക്കെയാണ്? എയിലെയും ബിയിലെയും മൊമെന്റ്സിനെ എടുത്തു, അതുപോലെ തന്നെ എയിലെയും സിയിലെയും മൊമെന്റ്സിനെ എടുത്തു, അതുപോലെ തന്നെ ബിയിലെ റിയാക്ഷനെ എടുത്തു. സോ ഞാൻ കൊടുക്കുകയാണ്, സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്യാണ്. 1 2 3 എന്ന് പറഞ്ഞ് ഞാൻ എന്ത് കൊടുത്തു? സിസ്റ്റം കോർഡിനേറ്റ്സ് ഞാൻ അസൈൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അസൈൻ എലമെന്റ് കോർഡിനേറ്റ്സ്. എലമെന്റ് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യുക. അപ്പൊ ഓർമ്മിക്കുക, അപ്പൊ ഇത് ഒരു ഫിക്സഡ് ബീം ആണ്, അതുപോലെ തന്നെ ഇതും ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 സ്റ്റാർ കൊടുത്തു, ഇവിടെ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ, ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക? എലമെന്റ് കോർഡിനേറ്റ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ. കാരണം നമ്മൾ എടുക്കുമ്പോ എ ബി സി, ആദ്യം എ ബി എന്ന മെമ്പർ മാത്രം എടുക്കുക. 1 സ്റ്റാർ 2 സ്റ്റാർ കൊടുത്തു. ദെൻ ബി സി എടുക്കുമ്പോൾ അവിടെ 3 സ്റ്റാർ 4 സ്റ്റാർ കൊടുത്തു. എലമെന്റ് കോർഡിനേറ്റ്സും അസൈൻ ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞത് ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ്. ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് നമുക്ക് അറിയാം. ഇവിടെ നോക്കിയേ, ഈ കണ്ടീഷനിൽ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു മെമ്പർ മാത്രം എടുത്താൽ, എ ബി എന്ന മെമ്പർ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 മീറ്റർ ആണ്, ഇവിടെ 2 മീറ്റർ ആണ്. സോ ഫിക്സഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്തായിരുന്നു? ഈ എൻഡിൽ എ ബി, എഫ് ഫിക്സഡ് എൻഡ് മൊമെന്റ് അറ്റ് എ ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരുന്നു എക്സ്പ്രഷൻ? മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ, മൈനസ് എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ബി എന്ന് പറയുന്നത് 2 ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇനി അതുപോലെ തന്നെ ബി എ ആവുമ്പോൾ സൈൻ പോസിറ്റീവ് ആവും. എങ്ങനെ നെഗറ്റീവ് സൈൻ, എങ്ങനെ പോസിറ്റീവ് സൈൻ വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി മുൻപത്തെ ലെക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ലെക്ചേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിക്സഡ് മൊമെന്റ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഡബ്ല്യു എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയർ. ഈ എന്ത് വരുമ്പോ എന്ത് വരും? എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയർ. എ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ്. ലോഡ് എത്രയാണ്? അവിടെ 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. സോ 5 into 3 square into 2 divided by 5 square ആണ്. എനിക്ക് വാല്യൂ കിട്ടി. സോ ഫസ്റ്റ് വൺ ഈസ് മൈനസ് 2.4 കിലോമീറ്റർ മീറ്റർ. ഏതാ? ഫിക്സഡ് മൊമെന്റ് അറ്റ് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 2.4 കിലോമീറ്റർ മീറ്റർ ആണ്. ഫിക്സഡ് മൊമെന്റ് അറ്റ് ബി എ എന്ന് പറയുന്നത് 3.6 കിലോമീറ്റർ മീറ്റർ എന്നും കിട്ടി. ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ബി സി എന്ന നമ്പർ എടുക്കുക. ബി സി എന്ന നമ്പർ എടുക്കുമ്പോൾ സെന്ററിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
മൈനസ് WL/8 ആയിരിക്കും. ഈ എൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും മൈനസ് ഇത് മാത്രം ഫിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെയാണ് ഇവിടെ ലോഡ് 8 കിലോമീറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നു. ഇത് 2.5 ആണ്, ഇത് 2.5 ആണ്. സോ ഇവിടെ വരുമ്പോൾ WL/8 ആണ്, മൈനസ് WL/8. ഇവിടെ വരുമ്പോൾ പ്ലസ് WL/8. സോ മൈനസ് WL/8 ആകുമ്പോൾ മൈനസ് 8 into 5 divided by 8 which is equal to minus 5 kilonewton meter എന്ന് കിട്ടും. അതുപോലെ തന്നെ ഫിക്സഡ് മൊമെന്റ് CB is equal to WL/8 is equal to 8 into 5 divided by 8 is equal to 5 kilonewton എന്നവിടെ കിട്ടും. സോ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് അല്ലെ. കാൽക്കുലേറ്റ് ദ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ്. ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ഓരോ മെമ്പറിന്റെയും AB-യുടെയും BA അതുപോലെ BC CB ഓരോന്നിന്റെയും ഫിക്സഡ് മൊമെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ എത്ര കിട്ടി? ഫിക്സഡ് മൊമെന്റ് അറ്റ് AB എന്ന് പറഞ്ഞാൽ മൈനസ് 2.4 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഫിക്സഡ് മൊമെന്റ് അറ്റ് BA എന്ന് പറയുന്നത് പ്ലസ് 3.6 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഫിക്സഡ് മൊമെന്റ് അറ്റ് BC എന്ന് പറഞ്ഞാൽ മൈനസ് 5 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഫിക്സഡ് മൊമെന്റ് അറ്റ് CB എന്ന് പറയുന്നത് പ്ലസ് 5 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് എടുക്കുമ്പോ ഇതിന്റെ സൈനിനെയും ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ് എടുക്കുന്നതാണ് ഇക്വാലന്റ് ജോയിന്റ് ലോഡ്. അപ്പൊ ഇവിടെ മൈനസ് 2.4 കിലോന്യൂട്ടൺ മീറ്റർ ആയിരുന്നെങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് എടുക്കുമ്പോൾ എത്ര കിട്ടും? പ്ലസ് 2.4 കിലോന്യൂട്ടൺ മീറ്റർ. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് അറ്റ് AB എന്ന് പറഞ്ഞാൽ പ്ലസ് 2.4 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് BA എന്ന് പറയുമ്പോഴോ മൈനസ് 3.6 കിലോന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് BC എന്ന് പറയുമ്പോൾ ഇതിന്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് 5 കിലോന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് CB എന്ന് പറഞ്ഞാൽ മൈനസ് 5 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഇക്വാലന്റ് ജോയിന്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആ സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുക. സ്ട്രക്ചർ വരച്ചിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ആ ഫിഗർ ഒന്നും കൂടെ വരയ്ക്കുന്നു, ഒരുമിച്ച് ക്ലബ് ചെയ്ത് വരയ്ക്കുന്നതേ ഉള്ളൂ. 1 2 3 എന്ന് പറഞ്ഞ് സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്ത് കൊടുത്തു. എലമെന്റ് കോർഡിനേറ്റ്സ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുക? AB എന്ന ആദ്യത്തെ മെമ്പർ എടുക്കുക, അതുപോലെ തന്നെ BC എന്ന മെമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ AB 1 സ്റ്റാർ 2 സ്റ്റാർ, BC എടുക്കുമ്പോൾ 3 സ്റ്റാർ 4 സ്റ്റാർ നമ്മൾ എന്ത് ചെയ്തു? എലമെന്റ് കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? അസൈൻ ചെയ്ത് കൊടുത്തു. സിസ്റ്റം കോർഡിനേറ്റ്സും എലമെന്റ് കോർഡിനേറ്റ്സും അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കറിയാം ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിലെ ഓരോ എലമെന്റ് നമ്മൾ എന്താ പറഞ്ഞത്? FI സ്റ്റാർ J എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജെയിൽ ഞാൻ ഒരു യൂണിറ്റ് ഫോഴ്സ് യൂണിറ്റ് ലോഡ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ജെയിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കോർഡിനേറ്റിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എലമെന്റ് കോർഡിനേറ്റിൽ അതായത് I സ്റ്റാറിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ എലമെന്റ് കോർഡിനേറ്റ് I സ്റ്റാർ എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? FI സ്റ്റാർ J എന്ന് പറയുന്നത് അല്ലെ. ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിലെ ഓരോ എലമെന്റ്സും എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ ഈ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് ഞാൻ +1 ഞാൻ കൊടുത്തു. എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഏതൊക്കെ ജോയിന്റ്സിലാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്, അതായത് സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് -1 റൈറ്റ് സൈഡ് +1. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലോ ലെഫ്റ്റ് സൈഡ് -1 റൈറ്റ് സൈഡ് +1 എന്നും ആലോചിച്ചാൽ മതി. ഇവിടെയും അത് തന്നെയാണ്. കാരണം ഇവിടെ എടുക്കുമ്പോൾ എന്താ, ആദ്യം ഈ ഒരു മെമ്പർ ആയിട്ടല്ലേ എടുക്കുക. അവിടെ 1 സ്റ്റാർ 2 സ്റ്റാർ ഉണ്ട്. അപ്പൊ 2 സ്റ്റാർ ഇവിടെ ഈ പോയിന്റ് എന്ത് വരും? -1 ഇവിടെ +1 കൊടുത്തു. കാരണം ഇവിടെ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? ഒരു സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം കോർഡിനേറ്റ് ഞാൻ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നു. അത് ഇവിടെ ഈ സൈഡ് വരുമ്പോൾ അത് -1 ആവും, ഡയറക്ഷൻ മാറും. ഇവിടെ വരുമ്പോൾ അത് എന്താവും? +1 ആവും. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഒരു ജോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് -1 റൈറ്റ് സൈഡ് എന്തായിട്ട് എടുക്കുന്നു? +1 എടുക്കുന്നു. അവിടെ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സിസ്റ്റം കോർഡിനേറ്റ് ആ ജോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിന്റെ അവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? സിസ്റ്റം കോർഡിനേറ്റ് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ശരി, ഇനി ഞാൻ എങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് എന്തായിരിക്കും? F1 സ്റ്റാർ 1 എന്ന് പറയുന്ന എലമെന്റ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റിൽ ജേത്ത് സിസ്റ്റം കോർഡിനേറ്റ് ഇവിടെ പറയുന്നത് ഏതാ? 1 ആണ്. ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 1 സ്റ്റാർ എന്ന എലമെന്റിലെ ഫോഴ്സ് അതായിരിക്കും എന്താ? +1 ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 2 സ്റ്റാറിലെ വാല്യൂ എന്തായിരിക്കും? 0 ആണ്. 3 സ്റ്റാറിലെ വാല്യൂ എന്താണ്? 0 ആണ്. 4 സ്റ്റാറിലെ വാല്യൂ എന്താണ്? 0 ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ സിസ്റ്റം കോർഡിനേറ്റിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇവിടെ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കൺസിഡർ ചെയ്യുന്നത് എന്താ? ഇവിടെ -1 ഇവിടെ -1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഓർമ്മിക്കുക 1 2 3 3 സിസ്റ്റം കോർഡിനേറ്റും അതുപോലെ തന്നെ 4 എലമെന്റ് കോർഡിനേറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ റോ വൈസ് എഴുതുന്നതായിരിക്കും. റോ വൈസ് ആണ് നമ്മൾ എന്ത് പറയുക? എലമെന്റ് കോർഡിനേറ്റ്സും കോളം വൈസ് എന്ത് മാർക്ക് ചെയ്യുക?
സിസ്റ്റം കോർഡിനേറ്റ്സ് എത്രയുണ്ടോ അത്രയും നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും, എത്ര നമ്പർ ഓഫ് എലമെന്റ് കോർഡിനേറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസും ഉണ്ടാവും. ശരി, അപ്പൊ ഇവിടെ ഞാൻ എഴുതുമ്പോ ടു രണ്ടാമത്തെ സിസ്റ്റം കോർഡിനേറ്റ് എടുക്കുകയാണ്. രണ്ടാമത്തെ സിസ്റ്റം കോർഡിനേറ്റ് എടുക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ സിസ്റ്റം കോർഡിനേറ്റ് ഞാനൊരു യൂണിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 സ്റ്റാറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അതേസമയം 2 സ്റ്റാർ എടുക്കുമ്പോൾ -1 ആയി. അതേസമയം 3 സ്റ്റാർ എടുക്കുമ്പോൾ അത് +1 ആയി. 4 സ്റ്റാറിലാണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ സിസ്റ്റം കോർഡിനേറ്റ് എടുക്കുക. മൂന്നാമത്തെ സിസ്റ്റം കോർഡിനേറ്റ് എടുക്കുമ്പോഴോ 1 സ്റ്റാർ വാല്യൂ എന്താണ്? 0 ആണ്. 2 സ്റ്റാർ വാല്യൂ 0 ആണ്. 3 സ്റ്റാർ വാല്യൂ 0 ആണ്. പക്ഷെ 4 സ്റ്റാർ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. സിമിലർലി കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാൻ ഇമേജസ് ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് നിന്നും ഈ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ഒന്നും കൂടെ തറവായിട്ട് നോക്കുക. വളരെ സിമ്പിൾ ആണ്. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. എവിടെയൊക്കെയാണോ സിസ്റ്റം കോർഡിനേറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സിസ്റ്റം കോർഡിനേറ്റ്സിന് ഞാൻ ലോഡോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഏതൊക്കെ ഇപ്പൊ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ 3 പോയിന്റ്, ഈ 3 പോയിന്റിലാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? സിസ്റ്റം കോർഡിനേറ്റ്. സിസ്റ്റം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു സംശയമില്ല. ഏതൊക്കെയാണ് സിസ്റ്റം കോർഡിനേറ്റ്സ് എടുക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ ആ എടുക്കുന്ന ജോയിന്റിന്റെ ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് ലെഫ്റ്റ് സൈഡ് -1 റൈറ്റ് സൈഡ് +1 എടുക്കുക. ഇവിടെയും ലെഫ്റ്റ് സൈഡ് -1 റൈറ്റ് സൈഡ് +1 എടുക്കുക. ഇവിടെയും അതുപോലെ എന്ത് കൊടുക്കുക? -1 +1. ഇവിടെ നമുക്ക് കൺസിഡർ ആവശ്യമില്ല. ഈ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ +1 കൊടുത്തു, ഇവിടെ വരുമ്പോ -1 +1 ആയി. ഇനി നോക്കുക, 1 സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? +1 ഉണ്ട്. പക്ഷേ 1 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉണ്ടോ? വാല്യൂ 0 ആണ്. 1 3 സ്റ്റാർ എന്ന് പറഞ്ഞാലും 0 ആണ്. 1 4 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേസമയം 2 1 സ്റ്റാർ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 0 ആണ്. പക്ഷെ 2 സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ ഉണ്ട് -1. 2 3 സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ ഉണ്ട് +1. അതുപോലെ തന്നെയോ 2 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ 0 ആണ്. 3 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0. 3 2 സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല, 0. 3 3 സ്റ്റാർ എന്ന് പറയുമ്പോൾ 0. പക്ഷെ 3 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? -1 ഉണ്ട്. ഇനി അതിന്റെ ട്രാൻസ്പോസ് കൂടെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നമുക്ക് F ട്രാൻസ്പോസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, നേരെ തിരിച്ചെഴുതിയ പോലെ. അതായത് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് ആവും, എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കോളംസ് ആവും. ട്രാൻസ്പോസ് എടുക്കാൻ നമുക്കറിയാം, അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. സോ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസും എടുക്കുക. ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ് ആയിരുന്നു ഏഴാമത്തെ സ്റ്റെപ്പ്. ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു എലമെന്റ് കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഇവിടെ ഇപ്പൊ ഉള്ളത് എത്ര മെമ്പറാണ്? 2 മെമ്പറാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇപ്പൊ ടോട്ടൽ 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഏതൊക്കെയാ? AB ആൻഡ് BC എന്ന് പറയുന്ന 2 മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ ഓരോ മെമ്പറിന്റെയും ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ AB അതുപോലെ തന്നെ എന്താണ്? ഡെൽറ്റ BC. ഓരോന്നിനും ഫ്ലെക്സിബിലിറ്റി ഡെൽറ്റ AB അതുപോലെ തന്നെ ഡെൽറ്റ BC നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ നമുക്ക് അറിയാലോ. ഡെൽറ്റ AB ഈസ് ഈക്വൽ ടു LAB ഡിവൈഡ് ബൈ 6EI ഇൻറ്റു 2 -1 -1 2. അവിടെ EIയുടെ വാല്യൂ തന്നെയാണ്, EI തന്നെയാണ്, അതുപോലെ മാറ്റൂല. പക്ഷെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5EI ആണ്. ഇതിന്റെ ലെങ്തും 5 ആണ്, ഇതിന്റെയും 5 ആണ്. കാരണം ഇവിടെ വരുന്നത് 3ഉം 2ഉം ആയിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എത്രയാ? 2.5ഉം 2.5ഉം ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇവിടെ 5/6EI ഇൻറ്റു 2 -1 -1 2 എന്ന് എഴുതി. അതുപോലെ തന്നെ BC എടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, വേറെ വേരിയേഷൻ ഒന്നും വരുന്നില്ലല്ലോ. 5/6EI ഇൻറ്റു 2 -1 -1 2. ഇനി ഡെൽറ്റ സ്റ്റാർ, അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കുക. ഡെൽറ്റ AB എന്ന് പറഞ്ഞാൽ എന്താ? 5/6EI. അത് കോമൺ ആണ് അല്ലെ. ഞാൻ അപ്പൊ അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ അടുത്ത് എഴുതുന്നത് എന്താ? 2 -1 -1 2 എഴുതി അല്ലെ. അതായിരുന്നു ഡെൽറ്റ AB എന്ന് പറയുന്നത്. 2 -1 -1 2. ഞാൻ പറഞ്ഞു ഡയഗണലി എഴുതൂ എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇവിടെ ഡെൽറ്റ AB അതുപോലെ തന്നെ ഡയഗണലി ഡെൽറ്റ BC. ഡെൽറ്റ BC എഴുതുമ്പോഴോ 2 -1 -1 2. ബാക്കിയുള്ള റിമൈനിങ് എലമെന്റ്സ് എന്തായിരിക്കും? വിൽ ബി 0. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുക. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതും? ആദ്യം ഡയഗണലിൽ എന്ത് ചെയ്യുക? ഓരോ മെമ്പറിന്റെയും ഫ്ലെക്സിബിലിറ്റി നമ്മൾ എഴുതുകയാണ്. ഡെൽറ്റ AB ഡെൽറ്റ BC. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ AB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? LAB ഡിവൈഡ് ബൈ 6EI ഇൻറ്റു 2 -1 -1 2. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മെമ്പറിലും ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ്. ചില കണ്ടീഷനിൽ ലെങ്ത് വേരിയേഷനും വരും. അപ്പൊ ലെങ്ത് ഇവിടെ 2 മെമ്പറിലും സെയിം ആണ്. സോ 5/6EI ഇൻറ്റു 2 -1 -1 2. ഞാൻ എന്ത് ചെയ്യാണ്? ഈ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 5/6EI ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ദെൻ 2 -1 -1 2 0 0 0 0. ഡയഗണലി അടുത്ത് എഴുതുമ്പോൾ 2 -1 -1 2 ആയിരിക്കും. ഇവിടെയുള്ള രണ്ട് എലമെന്റ്സ് എന്തായിരിക്കും? 0 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്.
സോ ഇനി എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക് സെറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സ്പ്രഷൻ എനിക്കറിയാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ്. അവിടെ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഡെൽറ്റ സ്റ്റാർ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് സോൾവ് ചെയ്ത് ഈ ആൻസറിലോട്ട് നമുക്ക് എത്താം. ശ്രദ്ധിക്കേണ്ടത്, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് മെട്രിക്സ് നമുക്ക് കിട്ടും? ഒരു 4/3 മെട്രിക്സ് കിട്ടും. റോ ഇൻറ്റു കോളം ആണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതുപോലെ ഈ ഫസ്റ്റ് റോ ഇൻറ്റു രണ്ടാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 എന്ന് എനിക്ക് വാല്യൂ കിട്ടുന്നു. ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0 എന്നായിരിക്കും എനിക്ക് വാല്യൂ കിട്ടുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ ചെയ്ത് നോക്കുക, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. രണ്ടാമത്തെ ഇത് റോ ഇവിടെ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള രണ്ടാമത്തെ റോ ഉണ്ട്, ഈ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് എലമെന്റ് കിട്ടി. ഈ രണ്ടാമത്തെ റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് -2 കിട്ടുന്നു. ഈ കോളം ഇൻറ്റു ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും. അതുപോലെ തന്നെ ബാക്കി രണ്ട് റോസും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? 4/3 മെട്രിക്സ് ആയിരിക്കും അവിടെ കിട്ടുക. ഇനി ഈ രണ്ട് മെട്രിക്സ് തമ്മിലാണ് അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതിൽ വേറെ വേരിയേഷൻ ഒന്നും ഇല്ല. നോക്കുക, അപ്പൊ നമുക്ക് എന്ത് മെട്രിക്സ് ആ കിട്ടുക? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ഒരു 3/3 മെട്രിക്സ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. അതെങ്ങനെയാണ്? ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 0 പ്ലസ് 0 ഇൻറ്റു -1 0, ബാക്കിയെല്ലാം 0 ആയിരിക്കും. സോ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 2 ആണ്. ദെൻ ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 ആണ്, ബാക്കിയൊക്കെ 0. സോ വിൽ ബി 1. ദെൻ 1 ഇൻറ്റു 0 0 ഇൻറ്റു 0 എല്ലാം 0 ആയിരിക്കും. സോ രണ്ടാമത്തെ, അതായത് ഈ എലമെന്റ് എന്ന് പറയുന്നത് എത്ര ആയിട്ട് കിട്ടും? നമുക്ക് 0 ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ അടുത്ത റോ ഇൻറ്റു ഓരോ കോളം മൾട്ടിപ്ലൈ ചെയ്യുക. 1 4 1 എന്ന ആൻസർ കിട്ടും. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. ഈ റോ ഇൻറ്റു ഈ ലാസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടുന്നു. അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഡെൽറ്റ. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സെറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും അവിടെ കിട്ടുക. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഫോർമുലയിൽ നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ച വാല്യൂ എടുത്ത് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നമ്മൾ എഴുതിയൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഡെൽറ്റയുടെ വാല്യൂ വരുമ്പോൾ ഒരു 5/6 EI കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എഴുതാൻ മറക്കരുത്. ഞാൻ നേരത്തെ എഴുതിയപ്പോൾ അത് വിട്ടുപോയി. ഒരു 5/6 EI ഇൻറ്റു ആയിരിക്കും ആ കറസ്പോണ്ടിങ് വാല്യൂ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. നേരത്തെ എഴുതിയപ്പോൾ അത് മിസ്സായി പോയിട്ടുണ്ട്. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ്. ഇത് നമുക്ക് നേരത്തെ വേണമെങ്കിലോ 4ാമത്തെ മെട്രിക്സിൽ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിൽ കഴിഞ്ഞ് നമുക്ക് 5ാം സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതാം. ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഈ PL സ്റ്റാർ അല്ലെങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നത്. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ് എഴുതുക. നേരത്തെ നമ്മൾ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. AB ഇക്വാലന്റ് ജോയിന്റ് ലോഡ് AB, ഇക്വാലന്റ് ജോയിന്റ് ലോഡ് അറ്റ് BA, ഇക്വാലന്റ് ജോയിന്റ് ലോഡ് അറ്റ് AB, equivalent joint load at BA, equivalent joint load at BC, equivalent joint load at CB. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 2.4 -3.6 5 -5 നേരത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക? ഒരു 4/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഇനി സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൽറ്റ L ആണ് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൽറ്റ L ഈസ് ഈക്വൽ ടു F ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു PL സ്റ്റാർ. F ട്രാൻസ്പോസിന്റെ വാല്യൂ എനിക്ക് അറിയാമേ, ഡെൽറ്റ സ്റ്റാറിന്റെ വാല്യൂ എനിക്ക് അറിയാം, PL സ്റ്റാറിന്റെ വാല്യൂ അറിയാം. ഞാൻ ആ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് വിട്ടുപോയതുകൊണ്ട് ഈ 5/6 നമ്മൾ ബാക്കിയൊക്കെ ചെയ്തു വരുമ്പോൾ സാധാരണ ഇത് വിട്ടുപോകാറുണ്ട്. അത് വിട്ടു പോകരുത്, അവസാനം വരെ കൊണ്ടുപോണേ. സോ ഫസ്റ്റ് F ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ F ട്രാൻസ്പോസ് ഞാൻ എഴുതി ഇൻറ്റു, ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഈ രണ്ട് മെട്രിക്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ റോ ഇൻറ്റു ഈ കറസ്പോണ്ടിങ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ എന്ത് കിട്ടും? 8.4. ഈ റോ ഇൻറ്റു ഈ കോളം ഞാൻ അടുത്ത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? -9.6 എന്ന് കിട്ടി. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടുന്നു. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 കിട്ടുന്നു. സോ എനിക്ക് ഇവിടെ ഒരു 4/1 മെട്രിക്സ് കിട്ടി. അതിനുശേഷമാണ്
ഈ രണ്ട് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ റോ ഇൻറ്റു ഈ കോളം ഇവിടെയും കിട്ടുന്ന എന്തായിരിക്കും, ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും എനിക്ക് അവിടെ കിട്ടുക. സോ ഈ റോ ഇൻറ്റു കറസ്പോണ്ടിങ് ഓരോ കോളവും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്തു, ഈ റോ ഇൻറ്റു ഈ കോളം, ഈ റോ ഇൻറ്റു ഈ കോളം. അപ്പൊ ഫസ്റ്റ് റോ ഇൻറ്റു ആ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.4 കിട്ടി. സെക്കൻഡ് റോ ഇൻറ്റു ആ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24.6 കിട്ടി. തേർഡ് റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടി. സോ 5/6 ഇൻറ്റു 8.4 24.6 15 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 11th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ 11th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ P is equal to minus of delta inverse into delta L എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്പ്രഷൻ. മൈനസ് ഓഫ് ഡെൽറ്റ ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പൊ ഡെൽറ്റ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അഡ്ജോയിന്റ് ഓഫ് ഡെൽറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ എന്ന് പറയുന്നതാണ് എന്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഡെൽറ്റ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എത്രയായിരുന്നു എന്ന് നമുക്കറിയാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5/6 EI ഇൻറ്റു 210141012 ഇതായിരുന്നു ഒരു 3/3 മെട്രിക്സ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് അതിന്റെ അഡ്ജോയിന്റ് ഓഫ് ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ആണ്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 4 പ്രാവശ്യം, അതായത് ഫസ്റ്റ് 210141012 ഡെൽറ്റ ഒരു പ്രാവശ്യം ഇവിടെ എഴുതുക. ദെൻ വീണ്ടും ഡെൽറ്റ 210141012 എഴുതുക. അതുപോലെ തന്നെ 210141012 എഴുതുക. 210141012 എഴുതുക. എന്നിട്ട് ഔട്ടർ ലൈനിലുള്ള മൊത്തം എലമെന്റ്സിനെ കട്ട് ചെയ്യുക. ശേഷം ചെയ്യേണ്ടത് 4 into 2 minus 1 into 1 is equal എത്ര എന്ന് കിട്ടും, 7 എന്ന് കിട്ടും അല്ലെ. 4 into 2 minus 1 into 1 ആദ്യം ഈ രണ്ട് റോയും മാത്രം കൺസിഡർ ചെയ്യുക. Then 1 into 0 minus 2 into 1 എത്രയാണ്, -2 ആണ്. 1 into 1 minus 0 into 4 എത്രയാ, 1. Then ഈ രണ്ട് റോയും കൺസിഡർ ചെയ്യുക. 1 into 0 minus 1 into 2 എത്രയാണ്, -2 ആണ്. 2 into 2 minus 0 into 0 എത്രയാണ്, 4 ആണ്. 0 into 1 minus 2 into 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2. Then ഈ രണ്ട് റോയും കൺസിഡർ ചെയ്യുക. 1 into 1 minus 4 into 0 is equal to 1. Then 0 into 1 minus 1 into 2 is equal to -2. 2 into 4 minus 1 into 1 is equal to 7 into 6 EI by 5. എനിക്ക് അഡ്ജോയിന്റ് ഓഫ് ഡെൽറ്റ കിട്ടി. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് റിപ്പീറ്റ് ഒന്നുകൂടെ കേൾക്കുക. ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അഡ്ജ് ഓഫ് ഡെൽറ്റ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് ഡെൽറ്റ കണ്ടുപിടിക്കാൻ എനിക്കറിയാം എന്താ, 2 into 8 minus 1. ഇതിൽ നിന്ന് 2 into 4 into 2 minus 1 into 1 is equal to 2 into 8 minus 1 minus 1 into 2 minus 0 minus 1 into 2 minus 0 എന്നുള്ള കാര്യം എനിക്ക് അവിടെ കിട്ടി. Then plus 0. So ഡെൽറ്റയുടെ വാല്യൂ, ഡിറ്റർമിനന്റ് ഓഫ് ഡെൽറ്റ എത്ര കിട്ടി നമുക്ക്, 12 എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഏതാ, P is equal to, ഞാൻ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ചെയ്യുമ്പോൾ ഓർമ്മിക്കുക മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് ഓഫ് 6 EI by 5 into 1 by ഡെൽറ്റയുടെ വാല്യൂ എന്താണ്, 1/12 into 7 minus 2 1 minus 2 4 minus 2 1 minus 2 7 എഴുതി. അതുപോലെ തന്നെ ഡെൽറ്റ എൽ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. 5/6 EI into 8.4 24.6 15. ഇവിടെ ഈ വാല്യൂവും ക്യാൻസൽ ആയി പോയി. പിന്നെയുള്ളത് -1/12 into ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുക, 24.6 കിട്ടും. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുക, 51.6 കിട്ടുന്നു. ഈ റോ ഇൻറ്റു ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി, 64.2 എന്നും കിട്ടും. ദെൻ ഈ -1/12 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2.05 -4.3 -5.35 ഇതാണ് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. 12th സ്റ്റെപ്പാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ 12th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ P യുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. P is equal to -2.05 -4.3 -5.35 എന്നൊരു മെട്രിക്സ് കിട്ടി. ഒരു 3/1 മെട്രിക്സ് നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഞാൻ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞത്, ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ മൊമെന്റ് ആൻഡ് ഫ്രീ മൊമെന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ മൊമെന്റ് ആൻഡ് ഫ്രീ മൊമെന്റ്. ഇപ്പൊ ഈ കിട്ടിയതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ് എടുക്കുക. ഏതാ, 2.05 4.3 5.35 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ഫ്രീ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ലോഡ് ആക്ട് എങ്ങനെയായിരുന്നു, ഈ ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു 3 മീറ്ററും ഇവിടെ ഒരു 2 മീറ്ററും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഫ്രീ മൊമെന്റ് എന്ന് പറയുന്നത് WAB by L ആണ്. ഇവിടെ വരുമ്പോൾ WL by 4 ആണ്.
സോ എ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടുന്നു. അതുപോലെ ഇവിടെ എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. ഇവിടെ എ ഈസ് ഈക്വൽ 3 ബി ഈസ് ഈക്വൽ 2 ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് 5 ആയിരുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഡബ്ല്യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ ടോട്ടൽ ഡബ്ല്യു L/4 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഈ രണ്ടിന്റെ ഡിഫറൻസ് ഏതാണോ ആ ഡിഫറൻസ് ആണ്, അതായത് 2.5, 4.3, 5.35 എന്ന് പറയുന്ന ഫൈനൽ മൊമെന്റും അതുപോലെ തന്നെ ഫ്രീ മൊമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുക? ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ്, ഈ ഒരു 12 സ്റ്റെപ്പ് ആണ് ശരിക്കും നമ്മൾ ഒരു ബീമിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഈ 12 സ്റ്റെപ്പ് ആണ്. നമുക്കിനി ഞാൻ ഇനി അടുത്ത് ഇതിന്റെ ഒരു സാമ്പിൾ പ്രോബ്ലം കൂടെ ഞാൻ തരാം. ആ പ്രോബ്ലം ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് സെഷൻ വരുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ആ തരുന്ന സാമ്പിൾ പ്രോബ്ലം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷനും കൂടെ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും.